അസ്സലാമു അലൈക്കും. സീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു അവൽ വടയായാലോ. ഞാൻ ഒരു ഗ്ലാസ് അവലെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ള അവലാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഞാൻ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അരിപ്പേര് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരുപാട് കഴുകിയൊന്നും വേണ്ട കേട്ടോ, ഒരുപാട് നേരം കഴുകിയൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി. പിന്നെ ഈ ഒരു അര ഗ്ലാസും കൂടി എടുക്കേണ്ട കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഈ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളമില്ല, കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 3 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പത്തിരിയുടെയും ഇടിയപ്പത്തിൻ്റെയും പൊടിയില്ലേ അത്. പിന്നെ 1.5 ടീസ്പൂൺ റവ ഇട്ട് കൊടുക്കാം കേട്ടോ. ക്രിസ്പി ആവാനാണ് കേട്ടോ അരിപ്പൊടി ഇട്ട് കൊടുക്കണത്. അകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ സവാള, ഒരു പച്ചമുളക് ഒക്കെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ മറന്നു പോയിട്ട് ഇഞ്ചി ഇട്ട് കൊടുത്തില്ല. ഞാൻ പിന്നീടാണ് ഓർമ്മ വന്നപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുക്കണം. നിങ്ങളിത് ട്രൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ സമയത്ത് തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കണം കേട്ടോ, ഒരു കഷ്ണം. പിന്നെ കുറച്ച് മല്ലിയില ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അതേ വെള്ളം കുറവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കൈ കൊണ്ട് കുഴച്ചെടുക്കാം കേട്ടോ. ആ ഒരു ചെറിയ ഗ്ലാസ്സിൽ എടുത്തതാണ്, അതെല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതേ സ്പൂൺ മാറ്റിയെടുക്കാം. ഇതേ നല്ലോണം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പാകം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ഒന്ന് കയ്യിലിങ്ങനെ എടുത്തിട്ട് ഒന്നിങ്ങനെ പരത്തിയിട്ട് ഒന്ന് ഇങ്ങനെ വിരൽ വെച്ച് ഒന്ന് തുളയിട്ടിട്ട് ഇങ്ങനെ എടുക്കാൻ കിട്ടണം. ആ ഒരു പരുവം കേട്ടോ. വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിങ്ങനെ ഇങ്ങനെ എടുക്കാൻ കിട്ടണ ഒരു പരുവം, അതാണ് നമുക്കിതിന് വേണ്ടത് കേട്ടോ. ഇപ്പോൾ എനിക്ക് എടുക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. വട ഫ്രൈ ചെയ്യാൻ നേരത്ത് ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ നേരത്തെ സോഡാപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണ കുടിക്കും, അതുകൊണ്ടാണ് നേരത്തെ ഇടാത്തത്. നമുക്കിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അവൽ വട നമുക്ക് ഫ്രൈ ചെയ്തെടുത്താലോ. ഗ്യാസ് കത്തിച്ചിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തേക്കണത്. ചൂടായി വരട്ടെ. ഈ ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളത്തിലൊന്ന് കൈ മുക്കിയിട്ട് വേണം മാവ് എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. കൈ നനച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറേശ്ശെ എടുത്താൽ മതി കേട്ടോ. ഒരുപാട് വലുതായി കഴിഞ്ഞാൽ ഉള്ളു വേവാതെ വരും. അപ്പോൾ കുറച്ചെടുക്കാതെ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വിരൽ വെച്ച് ഒന്ന് ഇങ്ങനെ തുളയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലേക്കാണ് വെച്ച് കൊടുത്തേക്കണത്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതൊരെണ്ണം എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇഞ്ചി ഇട്ടില്ല എന്ന് ഓർമ്മ വരണം കേട്ടോ. ഞാൻ ഇഞ്ചി ഇടാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു കുറച്ച് ഇഞ്ചി ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കയ്യൊന്ന് നനച്ചിട്ട് ഇങ്ങനെ കുറേശ്ശെ എടുത്താൽ മതി കേട്ടോ. അധികം കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളു വേവാതെ വരും. അപ്പോൾ കുറച്ചെടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെയൊന്ന് നടു വിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നമുക്ക് അതിൻ്റെ ഇപ്പുറത്തൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തൊക്കെ കേട്ടോ. നമുക്ക് ഈ അടിവശമായി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ നടുവിലുള്ളത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാം മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം കേട്ടോ. നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓരോന്ന് എടുത്ത് മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതെല്ലാം ആദ്യം ഇട്ടതൊക്കെ കോരി മാറ്റിയിട്ടുണ്ട്. ഞാനിതിനൊരു ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. ഒരു ചെറിയ സവാള, ഒരു പകുതി സവാള ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട്.
1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ടൊമാറ്റോ സോസ് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതേ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ദേ വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേ വടയും ഞാൻ ദേ ഇങ്ങനെ എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ദേ നല്ല മുരിഞ്ഞ വടയാണ്. നമുക്കിത് ഈ ചമ്മന്തിയിൽ മുക്കിയിട്ട് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ദേ അവൽ വട റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ ഞെക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.